പിന്നെ നമ്മുടെ ഈ നാട്ടിൽ ഈ റിസർവേഷൻ ഒരു പോളിസി ഉണ്ടെന്നില്ലേ? അന്യ നാട്ടിലൊക്കെ ഇപ്പോൾ ലണ്ടനിലോ അല്ലെങ്കിൽ യൂറോപ്പിലോ അമേരിക്കയിലോ ഒക്കെ ആണെങ്കിൽ ഈ ആഫ്രിക്കയിലൊക്കെ പോയി ആൾക്കാരെ കയറിട്ട് കെട്ടി പൂട്ടി വഞ്ചിയിൽ വലിച്ചു കയറ്റിയിട്ട് അവരെ കൊണ്ട് തന്നെ തണ്ടി വെച്ച് വലിപ്പിച്ച് കൊണ്ടുവന്നിട്ട് അടിമകളാക്കി കച്ചവടം ചെയ്ത നാട്ടിൽ അവർക്ക് ഫ്രീഡം കൊടുത്തു. അടിമകൾക്ക് എന്താ കൊടുത്തത്? ഫ്രീഡം കൊടുത്തപ്പോൾ റിസർവേഷൻ കൊടുത്തുവോ? റിസർവേഷൻ കൊടുത്തു. അവർക്ക് കൊടുത്തത് ഈക്വാലിറ്റിയാണ്. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ 1,900 സമുദായങ്ങൾക്ക് ജാതി പേര് വെച്ചിട്ട് അവർക്ക് റിസർവേഷൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ ഈ ജാതി ഈ പേഴ്സണൽ റെക്കോർഡിൽ ആചന്ദ്ര സൂര്യം ഇംപ്രിൻറ്റഡായി. ഇറ്റ് വിൽ നെവർ ഗോ. അത്രയും പാർട്ടികളുമായി. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പാർട്ടികൾ വരുമ്പോൾ ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ 2 മെയിൻ കണ്ടസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ അതിനിടയ്ക്ക് നിൽക്കുന്ന ഒരു ഈർക്കിൾ പാർട്ടി ഉണ്ടല്ലോ, സ്പ്ലിൻഡർ പാർട്ടി. ദാറ്റ് വിൽ ബി ദി ഡിറ്റർമിനിങ് ഫാക്ടർ. അപ്പോൾ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ അതായി എന്നർത്ഥം. അതുവരെ ആയിട്ടുണ്ട്. എന്തിനാ റിസർവേഷൻ? നാട്ടിൽ ആർക്കാണോ ദാരിദ്ര്യമുള്ളത്, ആർക്കാണോ ഏറ്റവും കാലങ്ങൾ ജനറേഷൻസ് ആയിട്ട് സഫർ ചെയ്തുകൊണ്ടിരുന്ന ഒരു കമ്മ്യൂണിറ്റിയെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള കമ്മ്യൂണിറ്റി എങ്ങനെയാണ് ഉയർത്തിക്കൊണ്ടുവരിക? അവരെ മറ്റുള്ള കമ്മ്യൂണിറ്റികളോട് വെറുപ്പുള്ളവരാക്കുകയാണോ വേണ്ടത്? ഏതാ അവസരങ്ങൾ കൂടുതൽ നൽകുക? എന്താ ചെയ്യേണ്ടത്? അവർക്ക് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. ഇല്ലാത്തവൻ്റെ കാര്യം അന്വേഷിച്ച് അവന് വേണ്ടത് ചെയ്ത് കൊടുക്കണം. നെവർ ഗിവ് എ പ്രയോറിറ്റി പ്ലേസ്മെൻറ്റ് ഓൺ എ ബ്ലാങ്ക് ബേസിസ്. റിസർവേഷൻ ചെയ്യുന്നത് ഇവരെ കാലങ്ങളായി അടിച്ചമർത്തപ്പെട്ടവരെ അപ്ലിഫ്റ്റ് എന്താ ഉദ്ദേശിക്കുന്നത്? അവർക്ക് കൂടുതലായി പ്രയോറിറ്റി കൊടുക്കുന്നു. പ്രയോറിറ്റി വെറുതെ ബ്ലാങ്ക് ആയിട്ട് കൊടുക്കുകയല്ല. അതിൻ്റെ ഫലം എന്താണെന്ന് നോക്കിയിട്ടുണ്ടോ? ഇപ്പോൾ കണ്ടിട്ടുണ്ടോ? ഓരോ കമ്മ്യൂണിറ്റിയിലും ഒരു അപ്ലിഫ്റ്റഡ് കമ്മ്യൂണിറ്റി വേറെ ഉണ്ടായിരിക്കുന്നു. ഒരു ക്ലാസ് ഉണ്ടാകും. ഏറെക്കുറെ ശരിയുമാണ്. അതുകൊണ്ടൊക്കെ മറ്റുള്ളവരുടെ ഇപ്പോൾ എൻ്റെ നാട്ടിലൊക്കെ എനിക്കറിയാം, വലിയ 5-6 പേരൊക്കെ ഏതെങ്കിലും യൂണിയൊക്കെ പിടിച്ച് അവരുടെ മക്കളെ ജോലിക്ക് കയറ്റി വേറെ ആരും കയറാണ്ടിരിക്കാൻ നോക്കി കൊണ്ട് നടക്കുന്നുണ്ട്. ബാക്കിയുള്ള മെജോറിറ്റി ഓഫ് ദി ലോവർ കാസ്റ്റ് പീപ്പിൾ ആർ സ്റ്റിൽ ലോവർ കാസ്റ്റ് പീപ്പിൾ. സ്കൂൾ പോകണില്ല, പഠിക്കുന്നില്ല, ജോലിയില്ല, കൂലിയില്ല, ഒന്നുമില്ല. നമ്മൾ ഈ ഇന്ത്യ രാജ്യത്തുള്ള മനുഷ്യരുടെ കണക്കെടുത്തിട്ട്, അവരുടെ വരുമാനത്തിൻ്റെ കണക്കെടുത്തിട്ട്, അവരുടെ ഇല്ലായ്മയുടെ കണക്കെടുത്തിട്ട്, ഇല്ലാത്തവരാരാണെന്ന് വെച്ചാൽ അവരെ ഉള്ളവരാക്കി കൊണ്ടുവരാൻ കാശ് കൊടുക്കണം. എക്കണോമിക് എക്സ്റ്റൻസ് കൊടുത്തിട്ട് അവരെ പഠിക്കാൻ പറഞ്ഞ് അയക്കണം. കൊടുത്തോളൂ, പ്രശ്നമില്ല. അല്ല, അതാണ് കൊടുക്കേണ്ടത്. അല്ലാണ്ട് ഈ ജന്മ സർട്ടിഫിക്കറ്റിനകത്ത് കൊണ്ടുപോയിട്ട് ജാതി എഴുതി വെച്ചിട്ട് അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ എളുപ്പമായെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ എളുപ്പമല്ല? എവിടെ? US അല്ല, അവിടെ അവർ സംഘടന ഉണ്ടാക്കിയിട്ട് വേറെ കാര്യം. അതിപ്പോഴും നാളെ ഇനിയിപ്പോൾ ഒരാൾ അവിടെ വരാൻ പോകുന്ന പ്രസിഡന്റ് ഇനിയും വരാൻ പോകുന്ന ആൾ മത്സരിക്കാൻ പോകുന്നത് അവിടുത്തെ വർഗം പറഞ്ഞുകൊണ്ടാണ്, ജാതി നിറം പറഞ്ഞുകൊണ്ടാണ്. സംശയമൊന്നുമില്ലാത്ത കാര്യമാണ് അത്. സർ, ഇത്രയും പറഞ്ഞപ്പോൾ അതിൻ്റെ അതർ സൈഡ് ഓഫ് ദ സ്റ്റോറി ഞാൻ ചോദിച്ചിട്ട്, കാരണം ഒരു സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഭയങ്കരമായിട്ടൊരു ആർഗ്യുമെൻ്റ് ഉണ്ട്. ഈ റിസർവേഷൻ കാരണം ഇവിടെ ഡിസേർവിംഗ് ആയിട്ടുള്ളവർക്ക് അവസരം കിട്ടില്ലെന്നും അതുകൊണ്ട് അവർ വിദേശത്ത് പോയി. അതല്ല പ്രശ്നം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു റിസർവേഷൻ്റെ പേരിൽ നമ്മൾ ഇങ്ങനെയുള്ള കൺസെഷൻ കൊടുക്കുമ്പോൾ ടാലൻറ്റിനെ നമുക്ക് കിട്ടില്ല. അത് പുറത്ത് പോകണോ അകത്ത് വരണോ എന്നുള്ളതല്ല പ്രശ്നം. നമുക്ക് ആ ടാലൻറ്റിൻ്റെ ഏറ്റവും നല്ല ക്വാണ്ടിറ്റിയെ നാടിൻ്റെ അപ്ലിഫ്റ്റിന് വേണ്ടി കിട്ടുന്നില്ല. റിസർവേഷൻ ബ്രെയിൻ ഡ്രെയിൻ കാരണമാവുന്നുണ്ടെന്ന് നിങ്ങളുടെ ഒരു ജാതി വെച്ചിട്ട് നിങ്ങൾക്ക് 33% കിട്ടിയാൽ മതി, 93% കിട്ടിയ ആൾക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ എന്താ നീതി? വാട്ട് ഈസ് ജസ്റ്റിസ് ഓഫ് ദി? ഇപ്പോൾ എനിക്ക് റിസർവേഷൻ ഇല്ല, അതുകൊണ്ട് തന്നെ ഞാൻ വരുന്ന ജീവിത സാഹചര്യങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും. റിസർവേഷൻ ഉള്ള മറ്റൊരാൾക്കുള്ള ജീവിത സാഹചര്യം ഡിഫറെൻ്റ് ആയിരിക്കും. ഈ ജാതി എന്നൊരു സംഗതി അല്ലെങ്കിൽ കാസ്റ്റ് എന്നൊരു സംഗതി വെച്ചിട്ട് അപ്ലിഫ്റ്റ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വടക്കേ ഇന്ത്യയിൽ പോയി നോക്കൂ, ഈ പറയുന്ന നോർത്ത് ഇന്ത്യ പോയി നോക്കൂ. അപ്ലിഫ്റ്റഡ് കാസ്റ്റ് ഏതാണ്, സഫറിങ് കാസ്റ്റ് ഏതാണ് നോക്കൂ. ഇപ്പോൾ തന്നെ ഇന്ത്യയിൽ, കേരളത്തിൽ ആരാണ് അപ്ലിഫ്റ്റഡ് കാസ്റ്റ്, ആരാണ് അൺഅപ്ലിഫ്റ്റഡ് കാസ്റ്റ്? ഒരു സർവേ നടത്തി നോക്കാൻ ധൈര്യമുണ്ടോ?
ഇൻകം വൈസ്. നമ്മുടെ സമൂഹത്തിലുള്ള ചില കാഴ്ചപ്പാടുകളുടെ കൂടി ഒരു പ്രശ്നമാണ്. ഇപ്പൊ ഒരു ദരിദ്രനായ ഒരു നമ്പൂതിരിക്ക് കിട്ടുന്ന ഒരു റെസ്പെക്ട് ഒരു എ ക്ലാസ് ഓഫീസറായ ഒരു ദളിതനോ ഒരു OBCക്കോ കിട്ടണമെന്നില്ല, കിട്ടുന്നില്ല. അതിപ്പോ എത്ര കാലം കൊണ്ടു നടന്നാലാണ് ഇത് മാറി വരിക? ഇപ്പോഴും അമ്പലത്തിൽ പോയാൽ ഈ പോകുന്ന ആള്, അവിടെ പൂജിക്കുന്ന ആള് ഒരു ബ്രാഹ്മണൻ അല്ലെങ്കിൽ അയാൾ കൈ കാണിക്കുമോ? ഇപ്പോഴും ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ട്, ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഈ മാറ്റം ഉണ്ടായിട്ടുണ്ടോ? അത് നേരെ മറിച്ചാണെങ്കിൽ ഈ പ്രോസസ്സ് വന്നിരുന്നില്ല. നേരെ മറിച്ചാണെങ്കിൽ 85 വയസ്സായ താങ്കൾ ഇത് പറയുന്നത് കേട്ട്. കാരണം ഒരു 50 വർഷം മുന്നെയാണ് കേരളത്തിലെ ആൾക്കാർ കുടികുത്തി കഞ്ഞി കുടിച്ചുകൊണ്ടിരുന്നത് ജന്മിയുടെ വീട്ടില്. അതിൽ നിന്ന് മാറി വരാനായിട്ട് സ്വാഭാവികമായിട്ട് അവർക്കൊരു അത് മാറി വരണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ലല്ലോ. മാറി വരണം. പക്ഷെ അതിപ്പോ മാറി വരുന്നില്ല. നടക്കുന്നില്ല. അത് ഒരു പെർട്ടിക്കുലർ ക്ലാസ് ഓരോ കാസ്റ്റിനകത്ത് ഉണ്ടായിരിക്കുകയാണ്. ദേ മോണോപ്പൊളൈസ് ദി എൻറ്റയർ പോസിബിലിറ്റി ഓഫ് ഒരു നല്ല ഈ പറയുന്ന പോലെയുള്ള ഒരു കോച്ചിങ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകണമെങ്കിൽ ആർക്കാ കഴിയുക? കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകുന്ന ബാക്ക്വേർഡും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകാത്ത ബാക്ക്വേർഡും കൂടി ആർക്കാ കിട്ടുക? പറയൂ സാർ. അതിൻ്റെ ഒരു സാർ മനസ്സിലാക്കാത്തതോ അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതിൽ ഫെയിലായ ഒരു മറുവശമുണ്ട്. ഈ അപ്പർ കാസ്റ്റും ലോവർ കാസ്റ്റും നോക്കുമ്പോൾ ലോവർ കാസ്റ്റിലെ കുട്ടികൾ ജനിക്കുന്നത് മുതൽ അവർ വളരുന്നത് അവരുടെ അച്ഛനമ്മമാർക്ക് കാര്യമായ ജോലിയൊന്നും ഇല്ലാത്തത് കണ്ടിട്ടാണ്. മെജോറിറ്റിയാണ് ഞാൻ പറയുന്നത്, എല്ലാവരുടെ കാര്യമല്ല. 10ൽ 8 അങ്ങനെയാണ്. നേരെ കുറച്ച് അപ്പർ കാസ്റ്റിലെ കുട്ടികൾ വളരുന്നത് അവരുടെ അച്ഛനമ്മമാർക്ക് എന്തെങ്കിലുമൊക്കെ നല്ല ജോലിയുള്ളത് കണ്ടിട്ടാണ്. അപ്പർ കാസ്റ്റിലെ കുട്ടികൾ സ്കൂളിൽ പോകുന്നത് വാഹനത്തിലാണ്. ലോവർ കാസ്റ്റിലെ കുട്ടികളിൽ മെജോറിറ്റി പോകുന്നത് നടന്നിട്ടാണ്. ഇവരുടെ പേരുകൾ നോക്കിയാൽ, ഇവരുടെ സോഷ്യൽ ക്ലാസ്സസ് നോക്കിയാൽ, അവര് ഭക്ഷണം കഴിക്കാൻ പോകുന്ന റെസ്റ്റോറൻറ്റും അവർ കഴിക്കുന്ന ഭക്ഷണവും നോക്കിയാൽ ഒക്കെ ഇത് ഗ്രാജുവലി നടക്കേണ്ട ഒരു പ്രോസസ്സാണ്. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയ്ക്കും പഠിത്തമില്ലായിരുന്നതുകൊണ്ട് എനിക്കും പഠിത്തമില്ല എന്നൊരു സിനാറിയോയിലാണ് പല ലോവർ കാസ്റ്റിൽ നിന്നും വരുന്നത്. നേരെ തിരിച്ചാണ് അപ്പർ കാസ്റ്റിൽ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും റിസർവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. അത് ജോലിയിലാകട്ടെ പഠനത്തിലാകട്ടെ. കിട്ടിക്കോട്ടെ, വേണ്ടാതല്ല ഞാൻ പറയുന്നത് നമുക്ക് ഈ സിറ്റുവേഷൻ സമുദായത്തിലുള്ള അവസ്ഥ സ്റ്റഡി ചെയ്യാൻ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഇതുവരെ അല്ലെങ്കിലും ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടോ? ഇപ്പം എൻ്റെ പഞ്ചായത്തിൽ വന്നിട്ട് ഓരോ ഹൗസ് ഹോൾഡിലും എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ ഏതെങ്കിലും ഒരു ഓഫീസുണ്ടോ? ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനുണ്ടോ? അങ്ങനെ ഒരാൾ നടക്കുകയാണെങ്കിൽ അയാൾക്ക് അറിയാമല്ലോ ഏതൊക്കെ വീട്ടിൽ ആർക്കൊക്കെയാണ് പട്ടിണി, ആർക്കൊക്കെയാണ് കഴിവുള്ളത്, ആർക്കൊക്കെയാണ് ഇല്ലാത്തത്. എന്തെങ്കിലും തരത്തിൽ അന്വേഷണം നടത്തിയിട്ടുണ്ടോ ഇതുവരെ? ഇല്ലല്ലോ. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പൗരന് ഔതന്റികമായിട്ട് റെക്കോർഡുണ്ടോ? ഇല്ല. എൻ്റെ നാട്ടിലെ പലർക്കും ഇപ്പോഴും ഈ പറയുന്ന ആളുകൾക്ക് ഇറസ്പെക്റ്റീവ് ഓഫ് ദിയർ കാസ്റ്റ് ഓർ സ്ട്രാറ്റ, അവരിൽ പലർക്കും റേഷൻ കാർഡില്ല, ആധാർ കാർഡില്ല, ഐഡൻറ്റിറ്റി കാർഡില്ല, വോട്ടില്ല, ഒന്നുമില്ല. നമ്മുടെ രാജീവ് ഗാന്ധി ആവാസ് യോജനയാണെങ്കിലും ഗരീബി ഹഠാവോ യോജനയാണെങ്കിലും മുദ്രാവാക്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. മുദ്രാവാക്യങ്ങൾക്ക് യാതൊരു ക്ഷാമവുമില്ല. അല്ല, ഞാൻ ഏതാണെങ്കിലും അത് രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധി എന്നുള്ളതല്ല. ഇത് ഏത് ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്തും ഇത്തരം സെക്ടേഴ്സിനെ ഐഡന്റിഫൈ ചെയ്തിട്ടാണ്. അത് ഏത് ഗവൺമെന്റ് ഭരിക്കുന്നു എന്നുള്ളതനുസരിച്ച് ഗവൺമെന്റ് ഒക്കെ ഒരു പാർട്ടിയുടെ ഗവൺമെന്റ് ആകുമ്പോൾ അങ്ങനെ വരുള്ളൂ. അതുകൊണ്ടാണ് ഗാന്ധി പറഞ്ഞത് അവിടുത്തെ ഒരു പ്രത്യേക തുപ്രങ്കോട് പഞ്ചായത്താണെങ്കിൽ ആ പഞ്ചായത്തിലെ ആളുകൾക്ക് അവിടെ ഉള്ളവർക്ക് അറിയാം ആരാണ് ഇല്ലാത്തത്, ആരാണ് ഉള്ളത് എന്ന്. അവിടെ സഹായം വേണ്ടത് ആരാണെന്ന് അവർക്കറിയാം. ഇല്ല. അവിടെ ഗവൺമെൻറ്റിൻ്റെ ഒരു വളരെ നല്ല ബോധപൂർവമായ ഒരു കൈകടത്തൽ കൂടി ഉണ്ടെങ്കിൽ ഒരു പഞ്ചായത്ത് ഭരണത്തിനകത്തുകൂടെ അവിടെയുള്ള ഓരോ മനുഷ്യൻ്റെയും യഥാർത്ഥ സ്ഥിതി അറിഞ്ഞ് പരിഹരിക്കാനും വളർത്തിക്കൊണ്ടുവരാനുള്ള മാർഗം ഉണ്ടാക്കാൻ സാധിക്കും. അതന്നെ പറയണത്. ഇപ്പോൾ ഇങ്ങനത്തെ അവസ്ഥയിൽ ഇപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന പോക്ക് പോയാൽ എത്ര കാലം കൊണ്ട് ഈ പറയുന്ന കാര്യം നടക്കുന്നതാണ് താങ്കളുടെ വിചാരം? പൂർണ്ണ സ്വരാജ് ആയിരുന്നെങ്കിൽ അത് നേരത്തെ നടക്കുമായിരുന്നു. ഏതാ
ഗാന്ധിജി പറയുന്ന പൂർണ്ണ സ്വരാജിലേക്ക് പോയിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരുന്നില്ല അവസ്ഥ, സംശയമൊന്നുമില്ല. സാർ പറയുന്നത് റിസർവേഷൻ ഈസ് നോട്ട് എ സൊല്യൂഷൻ. അല്ല, സൊല്യൂഷനല്ല. സൊല്യൂഷൻ അതില്ലാതെ മാത്രമല്ല, അതിപ്പോൾ പൊളിറ്റിക്കലായിട്ട്, കൾച്ചറലായിട്ട്, സോഷ്യോളജിക്കലായിട്ടൊക്കെ നമ്മളെ ആകെ നാശമാക്കിയിരിക്കുന്നു. So we should do away with it. അതെ, ഈ റൈവലറി വളരെ കൂടിയിരിക്കുന്നു, ഇന്റർ കാസ്റ്റ് റൈവലറി. അത് കൂടാനുള്ള പ്രധാന കാരണം ഈ റിസർവേഷനാണ്. റിസർവേഷൻ